ഒരുപാട് കാലമായി ധ്യാനെ കണ്ടിട്ട്. ഏറ്റവും അവസാനം കണ്ടത് എവിടെയാ? ധ്യാൻ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു വന്നപ്പോ നമ്മൾ എവിടെയോ വെച്ച് കല്യാണത്തിന്, ഏതോ ഒരു കല്യാണത്തിന്, ധ്യാന്റെ കല്യാണമായിരുന്നു. നിർപ്പാക്കി വെച്ചാൽ എങ്ങനെയായിരിക്കും അല്ലേ? അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാനേ പറ്റും. ധ്യാനെ വലിയ സ്ക്രീനിൽ ഇങ്ങനെ തത്തി കളിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ. അത് നന്നായി കാണാറുണ്ട്. ധ്യാന അപ്പൊ അവിടെ നിൽക്കാം, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടല്ലോ. ധ്യാനെ അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി? നന്നായി പോയി. അത് നന്നായി പോയി അല്ലേ? അത് എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഓടി. പിന്നെ എവിടെ ഓടാത്ത പോലെ തിയേറ്ററിൽ ഓടാനല്ലേ നമ്മള്? തിയേറ്ററിൽ ഓടാനാണല്ലോ. മാത്രമല്ല വേറെ എവിടെ ഓടാതെ എന്നോട് നമ്മുടെ ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ധ്യാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കിയത്. കണ്ടില്ലല്ലേ? കണ്ടില്ല. അപ്പൊ ഞാന് എന്തായാലും ഞാനത് ആ പടം കാണുന്നു. കരുതറിയോ, ധ്യാൻ തള്ളി മറിച്ചതിന്റെ ആധിക്യം എത്ര ഉണ്ടെന്ന് അറിയാൻ. പക്ഷെ തിയേറ്ററിൽ നിന്ന് പോയി ആ പടം തിരിഞ്ഞു പോയി. അല്ലെ, OTT കിടക്കല്ലേ? അപ്പൊ അവിടെ അവിടെ അല്ല, ധ്യാന്റെ ഒരു നല്ല സ്വഭാവം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്. സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല. അത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സത്യം പറഞ്ഞു. അത് അപകടമായി കാണുമല്ലോ. ചെറിയ അപകടമായിട്ട് ചേട്ടൻ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ചെറിയ രീതിയിൽ. അല്ല, മാത്രമല്ല ഈ OTT പ്ലാറ്റ്ഫോമിലെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. സാറിന് എങ്ങനെ നിങ്ങളുടെ ഒരു രീതി എങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവോ? ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ വിളിച്ചിരുന്നു. പിന്നെ വിളിച്ചിട്ടില്ല. ഇന്റർവ്യൂ ഏറ്റു. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിലൂടെ പടം നല്ലതാണെന്ന് ഞാൻ തള്ളി മറിച്ചില്ലല്ലേ? ഇല്ലില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് 1-2 സ്ഥലത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. അത് പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും ആൾക്കാര് ഇഷ്ടമായി. OTT വന്നപ്പോഴേക്കും മാറി മറിഞ്ഞു. ഓക്കെ. മാത്രമല്ല ഇനി വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. കേട്ടോ? അത് ഞാൻ കേട്ടു. വിനീതിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, ഞാൻ അതിന് നമ്മള് തള്ളി മറിച്ചതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴെങ്കിലും സത്യം പറയണല്ലോ. പിന്നെ എനിക്കൊന്ന് അത് ആ കാര്യത്തില് ചില രാഷ്ട്രീയ പ്രവർത്തകരോട്ടാണ് ധ്യാൻ. വാസ്തവം അവരറിഞ്ഞിരിക്കണം പൊതുജനങ്ങൾ. അല്ല, ഞാൻ എന്റെ സിനിമ ആദ്യം സംവിധാനം ചെയ്ത സിനിമയും ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയ്ക്ക് അംഗീകാരം കിട്ടിയത്, ഈ സിനിമ മോശമെന്ന് പറഞ്ഞത് എന്റെ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞു. എനിക്കിഷ്ടമായില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ധ്യാനും വിനീതും ഒക്കെ ചില ഇന്റർവ്യൂകളൊക്കെ ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഇന്റർവ്യൂ ഇരിക്കുമ്പം ധ്യാൻ പറയുന്ന ഓരോ കോമഡിയും തമാശയും ഒക്കെ വിനീത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ ഇത് മാത്രം അത്ര എൻജോയ് ചെയ്തിട്ടില്ല. എന്താ അദ്ദേഹത്തിന് പറ്റുന്നത് എനിക്ക് മനസ്സിലായില്ല. അല്ല, അത് വരെയോ വലുതല്ല. ഞാനത് കഥ കേട്ട സമയത്തും നമുക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കൃത്യമായി പറഞ്ഞായിരുന്നു. അല്ല, പൊതുവെ ധ്യാൻ വിനീതിനോട് വളരെ മുഖത്ത് നോക്കി ഒരു അഭിപ്രായം പറഞ്ഞാലേ അവിടെ നിന്നുള്ള റിയാക്ഷൻ അങ്ങനെ മിണ്ടാതങ്ങ് പോകും. അത് എനിക്ക് അത്രയും വില നൽകിയിരുന്നില്ല. ഇല്ല, ഈ അടുത്ത കാലത്ത് മാർക്കറ്റ് ഉയർന്നോ? അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പടത്തിന് വേണ്ടി എന്നോടൊന്ന് മെലിയണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അതിലൊരു 10ാം ക്ലാസ്സുകാരനായിട്ട് അഭിനയിക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ക്യാരക്ടറിന്റെ പേര് ഞാൻ കേട്ടു. അപ്പോ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു 10ാം ക്ലാസ്സുകാരനാവുന്ന സമയത്ത് കുറച്ചൊന്ന് ശരീരഭാരം കുറക്കണം എന്ന് പറഞ്ഞു. പറ്റൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബറിലായിരുന്നു ഷൂട്ട്, ഓഗസ്റ്റ് വരെ പറ്റിയിരുന്നില്ല. അപ്പൊ 1 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് ഹലോ ഒന്നുമില്ല. എന്നോട് പറഞ്ഞു സ്ട്രൈറ്റ് അങ്ങ് പറയാ. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇപ്പൊ ഒരു കരിയറിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇതെന്തോ ഇന്ത്യൻ പാകിസ്ഥാനും സംസാരിക്കുന്നല്ലോ. അങ്ങനെ സംസാരിച്ച് വളരെ വിനീതും ധ്യാനും സംസാരിക്കുന്നു അല്ലേ? ചേട്ടനും അങ്ങനെ ഡയറക്ടർ പണ്ടും അങ്ങനെയാണോ? അല്ല, ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് പ്രൊഫഷണൽ ആയിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ സംവിധായകനാണ്, എനിക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആളെ വെച്ചോന്ന് പറഞ്ഞു. ഞാൻ വെച്ചു. കാരണം ഞാൻ അപ്പൊ ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ ഞാൻ പോലീസായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോലീസായിട്ട് ആൾക്കാരെയൊക്കെ പേടിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരാള്. അപ്പൊ ഞാൻ ആ ക്യാരക്ടറിലായി പോയി. ഏത് നമ്മളെ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ വെച്ചു. ആ വെച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അബദ്ധമായി പോയി. കാരണം ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമ കിട്ടുമ്പോ നമ്മൾ അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ലെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനും, കാരണം വീണ്ടും വിളിച്ചിട്ട് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഈഗോ സമ്മതിക്കുന്നില്ല. ഞാൻ വിളിച്ചില്ല. എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു സംവിധായകൻ അല്ല, സംവിധായകൻ എന്ന രീതിയിൽ ഞാൻ നിന്നോട് സംസാരിച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി.
അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല. അപ്പൊ അവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒക്ടോബർ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും ഇവർ ഏകദേശം വലിയ സെറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പൊ ആ ഷൂട്ട് കൃത്യസമയം നടക്കണം. അപ്പൊ മാപ്പ് പറഞ്ഞപ്പോഴേക്കും അപ്പൊ എനിക്ക് തോന്നി ശരി, എന്റെ ഭാഗത്ത് ന്യായം എന്റെ ഭാഗത്തുണ്ട്. കാരണം എന്നെ ഭീഷണിപ്പെടുത്തിയല്ലോ. അതും വേറെ ആളെ അല്ല, ഞാൻ പറഞ്ഞു വേറെ ആളെ വെച്ചോ, കാരണം എനിക്ക് കോംപ്രമൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ആ പോലീസിന്റെ കുപ്പായം കിടന്നോണ്ട് പറഞ്ഞല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ധ്യാന്റെ ആ ഒരു ശീലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓടുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത്, ഞാൻ ആ യൂണിഫോമിലായതിന്റെയും ക്യാരക്ടറിലായി പോയതിന്റെയും പ്രശ്നത്തിലാണ് ഞാൻ അത് പറഞ്ഞു പോയത്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നിന്നോട്, ഞാനൊരു ഡയറക്ടർ എന്നുള്ള ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഒരിക്കലും എനിക്ക് ഏട്ടനായിട്ടേ കാണാൻ പറ്റുള്ളൂ, പറ്റത്തില്ല. അത് ഞാൻ ഇവിടെ വന്നപ്പോഴും അങ്കിളിനെ കാണുന്ന സമയത്ത് എന്നോട് ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മളൊരു കൊലീഗിനെ പോലെ കാണണം, ഒരു കൂട്ടുകാരനെ കാണണം. അപ്പൊ ഞാൻ ജനിച്ചപ്പോ മുതൽ കാണുന്ന അച്ഛന്റെ സുഹൃത്തായ ഒരാളെ ഞാൻ എങ്ങനെ കൂട്ടുകാരനായിട്ട് കാണും? ആ പരിപാടി ഇല്ല. അപ്പൊ പറഞ്ഞ ആൾക്കാർ എന്നോട് പറഞ്ഞു ശ്രീകണ്ഠൻ സാറിനെ കൂട്ടുകാരനായിട്ട് കാണണം, സാറിനെ അങ്ങനെ കൂട്ടുകാരനായിട്ട്. അപ്പൊ ഈ പറയുമ്പോ തന്നെ ഒരു 10 സാറ് അവരെ വിളിക്കുന്നുണ്ട്. അപ്പം അതെനിക്ക് ഒന്ന് ധ്യാനെ പറഞ്ഞ് പേടിപ്പിക്കാൻ ചെയ്ത പണിയാ അല്ലേ? ഏറ്റവും കൂടുതൽ പറഞ്ഞത് സാറിന്റെ മകനാ. ആണോ? അച്ഛനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ താറ്റിക്ക് വന്ന് പുള്ളി അത് എന്റെ വീട്ടിലെ എന്റെ ശത്രു. ഇപ്പം ധ്യാൻ ശ്രീനേട്ടനോട് ഏറ്റുമുട്ടില്ലേ, അതുപോലെ അതിന്റെയൊക്കെ ഇദ്ദേഹത്തും കുറച്ചുകൂടെ തൂക്കത്തിലാണ് ഏറ്റുമുട്ടുന്നത്. ശ്രീനേട്ടൻ കുറച്ചുകൂടെ ഹ്യൂമറിലങ്ങ് തട്ടിക്കളയില്ലേ? പക്ഷെ എനിക്ക് അങ്കിള് വന്ന സമയത്ത് എന്റെ അടുത്ത് അവനൊന്ന് താറ്റാൻ നോക്കിയ പോലെ, എന്റെ മുന്നിൽ വെച്ചൊന്ന് താറ്റാൻ നോക്കിയ പോലെ തോന്നി. അല്ല, അത് ഞങ്ങൾ തമ്മിൽ ഒരു വർഗവിദ്വേഷമുണ്ട്. കാരണം അതേ ആ വഴിയാ നമ്മൾ. അത് കഴിഞ്ഞ് അങ്കിള് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞതാണ് കിട്ടുന്ന അവസരമൊക്കെ അച്ഛനെ അവന് പറ്റാത്തത് ഞാൻ ഏൽപ്പിച്ചു വിട്ടതാ.